കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണരുടെ ഒരു പാരമ്പര്യ അനുഷ്ഠാന കലാരൂപമാണ് സംഘക്കളി, യാത്രക്കളി, പാനീയംകളി എന്നുള്ള വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഈ കലാരൂപം. നമ്പൂതിരിമാരുടെ 6 അടിയന്തരങ്ങളോടനുബന്ധിച്ചാണ് ഈ കലാപരിപാടി നടത്താറ്. വിവാഹം, ചോറൂണ്, ഉപനയനം, സമാവർത്തനം, 12-ാം മാസം, ശ്രാദ്ധം തുടങ്ങിയുള്ളവ. മറ്റെല്ലാ കലാരൂപങ്ങളും രൂപപ്പെട്ടതുപോലെ ജാതീയമായിട്ടുള്ള ഒരു രൂപപ്പെടലാണ് ഈ കലാരൂപത്തിനും ഉണ്ടായിട്ടുള്ളത്. ഗണപതി ഭഗവാനെ നന്മ ഞാനൊന്നിരപ്പേൻ, തുണപെടുക ശിവപുത്തിരായ തൂയവാച്ചോറു തന്നേൻ, ഭണമുടയരവു തന്മേൽ പള്ളി കൊള്ളുന്ന മായോന്റെ മായപുത്തിരായേ, ഇണയടി തൊഴുതിരന്നേൻ ഇമ്പമായി നൽകനിക്കേ. അവനിയിലുരപൊങ്ങും ദിവ്യമാന്ധാതൃശൈലേ, മറുവിന മമനാഥേ ദേവി ശ്രീ ഭദ്രകാളി. താവപദകമലം ഞാൻ കൈതൊഴുന്നേനിതാനീം, നിറമഴകിയ പാനക്കേകുനീ തമ്പുരാട്ടി. പരമൃതമൊഴിമാരെ ചെന്നു തിക്കിത്തിരക്കി, പരിചതരിയിളക്കി ഗഗവും കയ്യിലേന്തി, ധരണീസുരവരണ ധരണീസുരവരണ ഗീതവാദ്യങ്ങളെല്ലാം സരഭസമഭിരുന്തൽ 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 കൈമളഭ്യുൽപപാത. ആരാത്? നീ ആരാണ്? പാട്ട് പാടുന്നവരുടെ വായിൽ തോല് തിരികെ. നീ ആരാണ്? നിനക്ക് എന്താ ഇവിടെ ജോലി? നീ എവിടുന്നാ വരുന്നേ? നീയേ പറ, നീയേ. നീ ആരാണ്? നിനക്ക് എന്താ ഇവിടെ? അതിന് സാമാന്യം പോലെ ഒരാടാണെന്ന് തോന്നണ്ടേ? നീ ആരാണ്? നീ എവിടുന്നാ വരണേ? നിനക്ക് എന്താ ഇവിടെ പ്രവൃത്തി? നീയേ പറ, നീയേ. നീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടി കയറിയിരിക്കണോ? അല്ല, ആറാട്ടാ. എന്താന്നല്ലേ? അതൊന്നല്ല, നിന്റെ മുഖത്ത് നോക്കിട്ടേ ഇതുകൊണ്ടൊന്നും ആയില്ല. മനസ്സിലായോ? ആ, ഉൽപ്പുണ്യം കേട്ടിട്ടുണ്ടോ? ഓ, ഉൽപ്പുണ്യൊക്കെ ഉണ്ടോ? എന്നാ കേക്കട്ടെ. എന്നാ കേട്ടോ. നാടുതോറും നടന്ന നായാടി. ഓ, അപ്പൊ നായാടിയാണ്. നായാടിയും പറയാൻ നല്ലടോ. ഊട്ടുതോറും നിന്ന് അഷ്ടിയും കഴിച്ചേ. ഓ, അത് കണ്ടിട്ടുണ്ട്. സദ്യക്ക് മുന്നിലിരിക്കുന്നത് ഉണ്ടാവാറുണ്ടല്ലേ? ആ, അതെ, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ മുഖത്ത് നോക്കി നീ വിളിക്കാൻ പാണ്ടോ? എന്നാ മുഖത്ത് നോക്കി വിളിക്കണ്ട, പിന്നിൽ നോക്കി വിളിക്കാം. അതൊന്നും അല്ലടോ. ആ, ഉൽപ്പുണ്യം കേട്ടിട്ടുണ്ടോ? ഉൽപ്പുണ്യൊക്കെ ഉണ്ടോ? എന്നാ കേക്കട്ടെ. മാനം വളച്ചവര് വളർത്താ. ഓ, അകത്താണ് അല്ല, പുറത്ത്. അതൊന്നല്ലടോ. നിന്റെ പല പേരെന്നുള്ള കൂലിപ്പേരൊന്നല്ല, ലോകം മുഴുവൻ ഉണ്ട്. ഓഹോ, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. ഇപ്പൊ മനസ്സിലല്ലേ? ഓ, അതിന്റെ അകത്ത് അതല്ല, പുറത്തല്ലേ? അതെ, മറ്റേ ആട്ടി ഒന്നും നിശ്ചല്ലേ? അവര് കേട്ടോളൂ. ആ പണ്ടാരകുന്നത്ത് പടിഞ്ഞാറേ തവഴി. ഓ, കിഴക്കേ താവഴിയല്ല. നിന്നെ പോലെ ഇരിക്കും. കുന്നത്തും പാട്ട് കീഴോട്ട്, മേലൂട്ടല്ല.
കീഴോട്ട് എന്ന് പറഞ്ഞപ്പോഴേ സംശയല്ലേ? അതെ. ആട്ടി നോട്ടി തീരെ ചിരുതമ്മ. ഓ, ആട്ടിയാലേ നൊട്ടാം. അല്ല, ആട്ട് മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ, നൊട്ടാ കിട്ടാറുള്ളൂ. ഇരട്ട പേരുകളാണ്. ഇപ്പൊ മനസ്സിലല്ലേ ആരാന്ന്? പന്നിക്കോട്ട് കണാരമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അപ്പൊ കേട്ടു. ആ വകയാണ്. ഒരു വകയാണെന്ന് മനസ്സിലായി. എന്നാ കേട്ടോളൂ. എന്നാ കേട്ടോളൂ. തൊട്ടെങ്കിലാണ് പൊട്ടിപ്പുറപ്പെട്ടോരിട്ടിക്കണ്ടപ്പ ശപ്പ അറു ശപ്പ ശമ്പുണ്ണ കോയ്മ പണിക്കര് ഒരു അമ്മയ്ക്ക് ഒരു മകൻ പൊടി തകരൻ അച്യുത ഭക്തൻ അച്യുപ്രാന്ത്. ഓഹോ, അപ്പൊ നമ്മുടെ കമ്മളാണ് അല്ലേ? കമ്മള എന്താണാവോ അങ്ങടെ അടിയിരുത്തിയത്? എടോ, ഈ നട്ടുച്ച പകല് 18 നാഴിക കമ്മടെ സമ്മതം കൊട്ടുവാൻ പാടാൻ നിന്നോട് ആരാണ് പറഞ്ഞേ? ഓ, നമ്മളുടെ സമ്മതം വേണോ ഇതിനൊക്കെ? എന്റെ സമ്മതം ഇല്ലാണ്ടൊന്നും പറ്റില്ല. അതെ, ദേശത്ത് എന്റെ സമ്മതം കൂടാതെ ഒന്നും പാടില്ല. ഓഹോ, അപ്പൊ എന്നാ കമ്മയുടെ സമ്മതത്തിന് അതെ, എന്റെ ദേശത്തെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? അവിടൊക്കെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എന്താണാവോ അതിന്റെ? എന്നാലും കേട്ടോളൂ. അരീശികൾ കേട്ടിട്ടുണ്ടോ? അരീശികൾ കേക്കട്ടെ. എന്നാ കേട്ടോളൂ. അടിക്കല്ല, തളിക്കല്ല, അടുപ്പ് തീയരിക്കല്ല. പിന്നെ തിന്നല്ല, തിമർക്കല്ല, തിമർത്തേറ്റം പറകൽ. പിന്നെ ഉണ്ണല്ല, ഉറങ്ങല്ല, ഉറങ്ങിയപ്പോ ഉണരല്ല. നേരെ വന്ന് ഉദിക്കല്ല ഭഗവാൻ. അത് ശരി. അപ്പൊ പിന്നെ ചെരിഞ്ഞിട്ട് വേണം ഉദിക്കാൻ. ചെരിഞ്ഞിട്ടല്ലടോ, ഉദിക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചെരിഞ്ഞും പറഞ്ഞും പാടണ്ടോ? ഉദിച്ചാലോ? ഉദിച്ചാലൊന്നും ഉദിക്കാൻ പാടില്ല. ഉദിച്ചു കരുതുക. ഉദിച്ചാലേ നമ്മുടെ അസ്തമിക്കോ തന്നെ. അത് ശരി, അസ്തമിച്ചോട്ടെ. അസ്തമിച്ചോട്ടെ, അസ്തമിക്കാൻ പാടില്ല. എന്താ അസ്തമിച്ചാലേ? അസ്തമിച്ചാലേ വെളിച്ചാവോ തന്നെ. അത് ശരി, അപ്പൊ വെളിച്ചാവാൻ പാടില്ല. വെളിച്ചാവാൻ പാടില്ല, രാത്രി നടക്കണം. വെളിച്ചായാലേ എന്താ പറയാന്ന് വെച്ചോണ്ടോ, ഒരു ദിവസമായി എന്ന് പറയും. അത് ശരി, അപ്പൊ ദിവസാവാൻ പാടില്ല. ദിവസാവാൻ പാടില്ല. അതാ കമ്മക്ക് കൂലി കൊടുക്കാൻ കയ്യിൽ കാശുണ്ടാവില്ല. കയ്യിലുള്ളപ്പോഴേ അങ്ങനെ 30 ദിവസമായാലോ? ഒരു മാസം എന്ന് പറയും. ഒരു മാസാവാൻ പാടില്ല. മാസായ എന്താ ശമ്പളം കൊടുക്കാൻ കാശുണ്ടാവില്ല, അതായിരിക്കും. നല്ലോണം 12 മാസക്കായാലേ സുഖമായിട്ട് അങ്ങോട്ട് കഴിക്കായിരുന്നു. അത് നല്ലടോ. അങ്ങനെ 12 മാസമായാലോ? ഒരു വർഷം. ഒരു വർഷം എന്ന് പറയാൻ പാടില്ലടോ, സംവത്സരം എന്ന് പറയും. സംവത്സരം. ഓഹോ, സംവത്സരായാലോ? സംവത്സരേ എന്നാ ഒരു കാര്യം ഉണ്ടോ, പുത്തിടി വിട്ടു. അത് ശരി, ഇടി പേടിയാണ്. ഇത് ഉള്ളപ്പോ എനിക്ക് പേടിയൊന്നുമില്ല. ഇടിവെട്ടിയാലേ വേറെ തകരാറുണ്ട്. പുതുമഴ പെയ്യും. മഴ പെയ്തോട്ടെ. വെള്ളം കിട്ടുമോ? പുതുമഴ പെയ്താലേ ഒരു തകരാറുണ്ട്. എന്താണാവോ? ആണ്ടാൻ പൊട്ടു തന്നെ. ഓഹോ, ആണ്ടാൻ പൊട്ടിക്കോട്ടെ. പൊട്ടിക്കോ, അങ്ങനെ പാടില്ല. ആണ്ടാൻ പൊട്ടിയാലേ ഒരു കാര്യണ്ട്, അത് തിന്നാനേ ആന വരും. ആന വന്നോട്ടെ, ആന നമുക്ക് കാണാലോ. ആന വരാൻ പാടില്ല. ആനയെ പേടിയായിരിക്കും നമുക്ക്. അതൊന്നല്ലടോ, ആന വന്നാ ഒരു തകരാറുണ്ട്, അത് തിന്നും. തിന്നാലേ അത് പിണ്ടിയിടും. അപ്പൊ ആനപ്പിണ്ടത്തെയാ പേടി. അതൊന്നല്ലോട്, നിന്റെ തൊള്ളേരം കൂടെ തുറക്കാൻ വേണ്ട. അത് പാടില്ല. ആന പിണ്ടിയിട്ടാലേ അതിനും കൂടെ ഒന്നും മുളച്ചു വരില്ലടോ. എന്ത്? കുരുത്തിയേ. അങ്ങനെ വരട്ടെ, പരുത്തിയാവും. അതിങ്ങനെ വലുതായിട്ടേ അങ്ങനെ മുളച്ച് വലുതായിട്ട് പൂവും കായ്ക്കുണ്ടാവും. അതിങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ടേ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇടുന്നില്ലടോ. ഇങ്ങനൊന്നും ഇടുന്നില്ലേ? അത് ഇട്ടാലേ ഇതാ ഈ ഇരിക്കുന്ന കൂട്ടരുണ്ടല്ലോ, ഇവരൊക്കെ പിന്നെ നിലത്തൊന്നല്ല നടക്കുക, പിന്നെ ഇങ്ങനെയാ നടക്കുക. അങ്ങനെ പാടില്ല. അവരെ എന്റെ മുമ്പിൽ കിടന്ന് ചാവണം, മൂത്രമൊഴിക്കാതെ. നല്ല മോഹാണല്ലോ. നമ്പൂരിമാര് ചാവണം. അതാണ് കാര്യം. അവര് മൂത്രമൊഴിക്കാതെ പള്ളയും വീർത്തിട്ട് ഭൂമിന്റെ കൂടി മരിക്കണം. അത് ധാരാളം ഉണ്ട്. പക്ഷെ അവര് കേമന്മാരാണേ. ആയിക്കോട്ടെ, അവർക്കൊരു ധാരാളുണ്ട്. മൂത്രമൊഴിക്കണമെങ്കിലേ അവർക്കൊരു വിദ്യ ഉണ്ട്. എന്താന്നറിയാം, ഈ സാധനം ഉണ്ടല്ലോ, ഇത് ചെവിക്കുറ്റീമ കയറ്റി വെക്കണം. ചെവിക്കുറ്റീമ കയറ്റി വെച്ചാൽ ഇപ്പുറത്തെ കൂടി പോകും. അപ്പൊ ചെവിയെ ചെത്തിക്കളയാ. അപ്പോഴൊരു കേമന്മാരാണേ. അവരെന്ത് ചെയ്യുന്നറിയാം, ആ ചെവിയിലേ വല്ല കോലോ തിരികിട്ടേ അതിമേലെ കയറ്റി അങ്ങോട്ട് ചുറ്റും. എന്നിട്ട് ചെറോ അങ്ങോട്ട് വിടും. മനസ്സിലല്ലേ?
ആട്ടെ നമ്മുടെ നാട്ടിലെ ഈ അംഗം ചുങ്കം തുടങ്ങിയുള്ള എന്റെ നാട്ടിലൊക്കെ ശൈലുള്ളതേ ഉള്ളൂ. അംഗം ചുങ്കം കിണറ്റിൽ പന്നി കുളത്തിൽ കണ്ണൻ പോക്കാത്തി തവള അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ നമ്മളെ നാട്ടിൽ കൂടെ ഒരു 10 ആനയെ കൊണ്ടുപോയാൽ എന്താ? ആനയെ കൊണ്ടുപോകുന്നെങ്കിലല്ലേ ഉള്ളൂ. ആ 10 വന്നിട്ട് 12 ആന എനിക്കുള്ളതാ. ഓഹോ കേമാണല്ലോ. 14.25 കുതിരയെ കൊണ്ടായാലോ? എന്നാ ഒരു 4 ഞാൻ എടുക്കും. 3/4 നിന്റെ തലയെ കെട്ടിനെ കൊണ്ട് വലിക്കന്നെ. അപ്പൊ കമ്മളുടെ കഴുത്തിലാ കെട്ടി കൊണ്ടോട്ടെ. മനസ്സിലായില്ലേ? ഇപ്പൊ ആയില്ലേ? അപ്പൊ 4 കഴിവിനെ കൊണ്ടുപോവാണെങ്കിലോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്റെ കഴുത്തിൽ കെട്ടിട്ട് വെളിച്ചാൻ വെള്ളം അടിക്കന്നെ. ആട്ടെ നമ്മൾക്ക് അവകാശങ്ങളൊക്കെ പിടിക്കുക, കൈ പിടിക്കുക. എന്നാ പറയും ഇത് ഇത് ഇവിടെ ഇവിടെ അടിയങ്ങളുടെ മുമ്പിൽ വിശ്വാസമില്ല. നമ്മൾ നാള് ആറ്റിലേക്ക് കടവ് കിടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ചെറുച്ചക്കൻ എന്തോ പറഞ്ഞിട്ട് അധിക്ഷേപിച്ച വകയില് നമുക്ക് എന്തോ കിട്ടിയതായിട്ട്. അപ്പൊ അവനായിരുന്ന ഒരു കോലിങ് കൊണ്ട് വരിട്ടേ ഹരിതമ്പ്രാനെ ഇങ്ങനെ കൊണ്ട് അലക്കി തുടങ്ങി. അതെന്താ കട്ടണ്ടേ? അത് വലത്തെ കയ്യിൽ പിടിക്കുക. വലത്തെ കയ്യിൽ പിടിച്ചു ഒരു 10. അപ്പൊ ഇടത്തെ കൈയും കൂടി വേണം. എന്നാ പറയൂ. പിന്നെ വള്ളത്തിലിരുന്ന് നമ്മളിങ്ങനെ പോരുന്ന സമയത്ത് നമ്മള് ആ തുഴയെടുത്ത് വെള്ളത്തിലിട്ട് എന്തോ ഇളക്കി അതിന്റെ പേരിൽ ആ വള്ളക്കാരൻ നമ്മളെ ഒന്ന് തലോടിയെന്ന് കേട്ടു. ഒന്ന് തലോടിയില്ലേ? ആ വകയിൽ ഒരു 15. അതെന്താ കാട്ടണ്ടേ? അത് കാലിന് പിടിക്കുക. കാലിന് പിടിച്ചു. നമ്മള് നിലത്ത് കുത്തി വീണേ. നമ്മള് വീണേനെ. ഇപ്പൊ എല്ലാം കിട്ടിയില്ലേ? എനിക്ക് പോയിക്കൂടെ? എന്നാ പിന്നെ നമ്മൾക്ക് പോവാം. എന്തിനാ പാതെടുത്തോണ്ടോണ? അതൊന്നും കൊണ്ടോണ്ടാ. അതാണ് കൊടുത്തേക്കോ. എന്താ കഥ? ഇതിനെ കണ്ടോ നിങ്ങൾ എല്ലാവരും? ഇതിന്റെ കണ്ണിനെ വെള്ളം കൊടുക്കാതിരുന്നിട്ടോ. ഇതിന്റെ ഞരമ്പൊക്കെ പുറത്ത് ചാടിക്കണം. വല്ലാത്ത കഷ്ടം. പിടിച്ചോ. അത് വേണ്ട, കൊടുത്തേക്ക. ഇതെവിടേക്കാ കൊണ്ടോണേ? ഇതെവിടേക്കാത് കൊണ്ടോണേ? ഇതെവിടേക്കാത് കൊണ്ടോണേ? എല്ലാവരും അങ്ങോട്ട് നോക്കണം. പഠിക്കലൊരു വാരിശാരി കുട്ടി കിട്ടുന്നുണ്ടോ? കണ്ടു പറ്റേ അതിന്റെ കഴുത്തിന് കൊടുക്കാൻ. ഓഹോ, കഴുത്തിൽ ഇടാൻ പറ്റിയതാണ്. പറ്റിയതാണ് അല്ലേ? പറ്റില്ലെങ്കിലേ വീഡിയോ പോയിട്ടേ കുറച്ച് ശർക്കരയും പിണ്ണാക്കൊക്കെ വാങ്ങിട്ട് ഓഹോ, നന്നായി. അത് പറ്റിയൊരു കാര്യം ചെയ്യാം. വാര്യത്തെ മറ്റൊരു കൊണ്ടുവന്നു. ഓ, വാര്യത്തേക്കാണ് എല്ലാം കൊണ്ടുപോകണം എന്നുള്ളത് അല്ലേ? അത് വേണ്ട, കൊടുത്തേക്ക. ഓ, ഇപ്പൊ ശരിയായി. കേട്ടോ, ഞാൻ ഇങ്ങനെയാണോ വന്നത്? ഞാൻ വരുമ്പോ എന്റെ 2 കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. 2 കയ്യില് 5 വിരല് വീതം. വരലെന്നല്ലോ, ഇങ്ങനെ നീളത്തിലും ഇങ്ങനെ വട്ടത്തിലൊരു സാധനം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ? എന്നാലേ ഇതാവൂലേ ആമക്കുട്ടി? ആമക്കുട്ടി. പോണ്ട. ഓ, പൊക്കെ കിട്ടിയില്ലേ? എനിക്ക് പോയിക്കൂടെ? നമ്മൾക്ക് പാട്ടും കളിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. എന്റെ പാട്ടും കളിയൊക്കെ കേമാണ്. പക്ഷെ ഞാൻ ഇവിടെ പാടില്ല. ഈ മറയൊക്കെ പുറത്തേക്ക്, പാട്ടൊക്കെ പുറത്തേക്ക് പോയി ശ്രുതിയൊക്കെ പാട്ട് അപകടവും. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊന്ന് പാടിയ ഞാനൊന്ന് കളിക്കാം. ആയിക്കോട്ടെ, അങ്ങനെയാവും. ജനകന്റെ മകളല്ലോ ചീതപ്പെണ്ണൻ തതൈത, അവൾക്കല്ലോ രാമച്ചക്കൻ ഉടുപ്പാൻ കൊടുത്തു. അവളെല്ലോ രാവണച്ചൻ കട്ടുകൂട്ടി കൊണ്ടുപോയി. അവളെല്ലോ രാവണച്ചൻ കട്ടുകൂട്ടി കൊണ്ടുപോയി. അതുമൂലം കുരങ്ങച്ചൻ ലങ്ക ചുട്ടു തതൈത. അതുമൂലം കുരങ്ങച്ചൻ
രാമച്ചക്കൻ ഉടുപ്പാൻ കൊടുത്തു. അവൾക്കല്ലോ രാമച്ചക്കൻ ഉടുപ്പാൻ കൊടുത്തു. ഏറാൻ തിരുവായുസുണ്ടായിരിക്കട്ടെ, തിരുമേനി വിളങ്ങിയിരിക്കട്ടെ, തിരുനാമ്പലം ഒഴുങ്ങിയിരിക്കട്ടെ, തിരുനാവ് വിറച്ചിരിക്കട്ടെ, മനക്കൊട്ടാരം തെളിഞ്ഞിരിക്കട്ടെ, ഉണ്ണിത്തമ്പുരാക്കന്മാരും വളരെ വളരെ വർദ്ധിച്ചിരിക്കട്ടെ. അടിയൻ പല പല ദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഊരുക്കളിലും കൈക്കുറ്റപ്പാടും പ്രവർത്തിയെന്നുണ്ട്. ആയത് കുറഞ്ഞൊന്നും വിടകൊള്ളാം വിടകൊണ്ട് മേലേടത്തും കിഴിയടത്തും കിഴക്കേടത്തും തെക്കേടത്തും പടിഞ്ഞാറേടത്തും വടക്കേടത്തും നടുവിലേടത്തും വെളുത്തേടത്തും കടത്തേടത്തും മൂത്തേടത്തും മൂർത്തിയടത്തും ഇളയടത്തും കുടിയടത്തും നല്ലയിടത്തും വല്ലയിടത്തും ശ്രീകൃഷ്ണപുരത്തും ശ്രീകണ്ഠപുരത്തും ലക്ഷ്മീനാരായണപുരത്തും ശുഗപുരത്തും ഗോവിന്ദപുരത്തും ഗോപാലപുരത്തും പത്മനാഭപുരത്തും തിരുവനന്തപുരത്തും അത്തിപ്പറ്റ, നരിപ്പറ്റ, മാന്നാനംപറ്റ, ചുണ്ടമ്പറ്റ, എലിയപ്പറ്റ, കറമ്പറ്റ, കാടമ്പറ്റ, കൽപ്പറ്റ, ഒരുപ്ലാപ്പറ്റ, പ്ലാപ്പറ്റ, കടമ്പപ്പുറത്തും കുറ്റിപ്പുറത്തും കോൽപ്പുറത്തും കണ്ണിയമ്പുറത്തും പാലപ്പുറത്തും പാറപ്പുറത്തും എടോഴിപ്പുറത്തും തൃക്കിഴിപ്പുറത്തും ഏപ്പുറത്തും കൈപ്പുറത്തും ഓർക്കാപ്പുറത്തും കുറ്റാനശ്ശേരി, കുനിശ്ശേരി, കണാശ്ശേരി, കാക്കശ്ശേരി, കാങ്ങലശ്ശേരി, മംഗലശ്ശേരി, മാർക്കശ്ശേരി, മണിശ്ശേരി, ഒരലാശ്ശേരി, ആത്രശ്ശേരി, വളപ്പുളിശ്ശേരി, പേരൂരും പേരാങ്കല്ലൂരും പെരുമ്പാവൂരും പല്ലാവൂരും പകരാവൂരും പന്തളൂരും പല്ലഞ്ചാത്തനൂരും ചാത്തനൂരും ചെത്തല്ലൂരും ചേവായൂരും ചേരാനല്ലൂരും ഷൊർണൂരും ഗുരുവായൂരും തൃശ്ശൂരും തൃക്കൂരും തിരൂരും തോളനൂരും തീയനൂരും തയ്യൂരും മണ്ണൂരും മരുതൂരും മട്ടന്നൂരും മായനൂരും മാന്നനൂരും മേലാറ്റൂരും മലയാറ്റൂരും മൈസൂരും ഷൊർണൂരും കുമരമ്പത്തൂരും കുലുക്കല്ലൂരും കൂടല്ലൂരും ഒഴലൂരും പരിങ്ങല്ലൂരും ഇങ്ങനെ പല പല ദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഊരുക്കളിലും കൈക്കുറ്റപ്പാടും പ്രവൃത്തിയും കഴിഞ്ഞ് ഇന്നലെ മൂവന്തി നേരത്ത് മാടപ്പുരയ്ക്കൽ വിടകൊണ്ട് അന്നേരത്ത് തമ്പുരാനും മേനോക്കി മന്ത്രിമാരും പഴമാരടിയനെ വിളിച്ച് പട്ടോട് പട്ടുപുടവോ പവിഴമാല തൊപ്പി കുപ്പി പല പല സമ്മാനങ്ങളും കൽപ്പിച്ചു തന്നേൻ പോറ്റി. ഇനി ഉണ്ണിത്തമ്പുരാക്കന്മാർക്ക് ഹോമത്തിന് വേണ്ടുന്നതെല്ലാം മറവാതെ ചാർത്തിക്കൊള്ളാൻ വിടകൊണ്ട് നടക്ക് നേരെ 1000 കാലുള്ള പന്തൽ വേണം. പന്തൽക്കകമേ കുരുത്തോല തൂക്കി വിധാനിക്കുകയും വേണം. ഇരുഭാഗത്തും കുണ്ടം വേണം. പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് ദേവതമാരുടെ രൂപത്തെ കുറിക്കുകയും വേണം. അത്തിയിത്തി കടലാടി വേണം. ശാന്തും ചന്ദനവും വേണം. വെള്ളത്തുണിയും കരിങ്കോളവും വേണം. നല്ലെണ്ണ നിർണയും വേണം. അപ്പം വട എള്ളുണ്ട വേണം. 108 പറ നിറപ്പ് വേണം. 1001 പീഠം വേണം. ഇരിഞ്ഞാലക്കൊടയും തോരണയുദ്ധവും വേണം. ധർണയും ധാരണയും വേണം. എല്ലാറ്റിനും സ്വൈരം വേണം. ഇനി അപ്പപ്പോൾ വേണ്ടുന്നതെല്ലാം അപ്പപ്പോൾ വിടകൊള്ളാം വിടകൊണ്ട് ഇനി അടിയൻ കൈക്കുറ്റപ്പാട് തുടങ്ങട്ടെ. ബലിയൊഴിയുവതിനേറ്റം പാഠമുള്ളൊരു തോറ്റം വലിയൊരു നടുമിറ്റം തന്നിലെത്തുമ്പോളൂറ്റം അതിനൊരു മൊഴി കുറ്റം തെറ്റുപറ്റാതിരിപ്പാൻ അതിനിത പരദേവത കൈതൊഴുന്നേൻ. സോമന്തിരുവടി തന്നിൽ വിളങ്ങും കാമാന്തകനും ദേവിയും അവളുടെ മന്ദാത്മജനും മമ മാനസകമലം തന്നിലെഴുന്നരുളേണം. ചച്ചിടമുടി തന്നിൽ വസിക്കും മറ്റം കൂടാതുള്ളൊരു ദേവത ചിത്തടമതിൽ ചുറ്റുവസിക്കും മറ്റും പല പല ദേവതമാരും കൊടിയിണ രണ്ടിന്മേലും പിരിയാതെ കണ്ടുണ്ടൊരു ദേവത ആമേ കണ്ണില ഭസ്മരയക്ഷി മറ്റേ കണ്ണിൽ സുന്ദരയക്ഷി നാസിക തന്മേൽ നാസാകർണൻ അവരത്തിന്മേൽ രുധിരപിശാച ദന്തത്തിന്മേൽ ദന്തഭൂതം കർണത്തിന്മേൽ കർണാചലനം മുടി തൊട്ട പുറവടിയോളം പിരിയാതെ കണ്ടുണ്ടൊരു ദേവത വരയൊഴിപ്പതിനിങ്ങരുളേണം. ഓന്ന് ചൊല്ലുന്ന ഒരു ഓങ്കാരം വാഴുക പൊന്മക്കളെ. ഓങ്കാരം വാഴുക. വളർന്നു കിടന്ന ഒരു ഭൂമി വാഴുക. വളർന്നു കിടന്ന ഒരു ആകാശം വാഴുക. കിഴക്ക് ഉദയപർവ്വതം വാഴുക. കിഴക്ക് ത്രികൂടപർവ്വതം വാഴുക. പടിഞ്ഞാറസ്തമന പർവ്വതം വാഴുക. വടക്ക് മഹാമേരു പർവ്വതം വാഴുക. ഏകസ്വരൂപം വാഴുക. ശക്തി വാഴുക. മൂർത്തികൾ വാഴുക. 4 വേദം വാഴുക. 5 പഞ്ചാക്ഷരം വാഴുക. 6 ആധാരം വാഴുക. 7 ആഴ്ചകൾ വാഴുക. വസുക്കൾ വാഴുക. ആഗ്രഹങ്ങൾ വാഴുക. 10 ദിക്കുകൾ വാഴുക. 11 രുദ്രന്മാർ വാഴുക. 12 ആദിത്യചന്ദ്രന്മാർ വാഴുക. 14 പക്കം വാഴുക. 27 നാളുകൾ വാഴുക. 32 മുല്ലപ്പന്തൽ വാഴുക. 51
അക്ഷരം വാഴുക, 64 കലാഗ്രാമം വാഴുക, 72 ജ്ഞാനം വാഴുക, 96 മഹാവ്യാധി വാഴുക, സുരന്മാർ വാഴുക, സുരന്മാർ വാഴുക, ചിത്തം വാഴുക, വിനയം വാഴുക, നയം വാഴുക, സത്യം വാഴുക, സാഹോദര്യം വാഴുക, സഹവർത്തിത്വം വാഴുക, ഉത്തമത്തിൽ കാട്ടുമാടൻ സമ്പ്രദായം വാഴുക, അധമത്തിൽ കുട്ടിച്ചാത്തന്മാരും വാഴുക, വാഴുക 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 തമ്പുരാനെ. കമ്മളേ കയ്യരേ കയ്യരേ. ഓ 2 100 കമ്മളേ വെറ്റില കയ്യരേ. 1000 കമ്മളേ 1001 കയ്യരേ. 1.5 ലക്ഷം കമ്മളേ 1,03,4 കയ്യരേ. കോടി കമ്മളേ അലക്കിയ കയ്യരേ. അലക്കിയ കയ്യരോ. അതിന് കോടിയായി അലക്കണ്ടേ? ഓ അല്ല ഇപ്പൊ എന്താണ്? അതൊന്നും ആയില്ല. ഓ കവിടി പൊരുത പല്ലും വട്ടമൊത്തോരു കണ്ണും കരമതിലൊരു ദണ്ടും മത്സ്യപാത്രം ശിരസിൽ പുനരഭിനിജ കണ്ടേ കമ്പിളിയും കെട്ടിമമ്പ മദന സദൃശനാകും കൈമളെ കൈതൊഴയണം. തൊഴ നമസ്കരിച്ച ഏത്തോട ബീത്തോട ഒക്കെ ആവാം. ഏത്തോട ബീത്തോടാലൊക്കെ ആവാം. അതെ, തലക്കനായിട്ട് ഒന്ന് ചെയ്താലും നേരെയാവില്ല. നെൽത്തിറക്കി കൂടെ ശുദ്ധാക്കിയിട്ടില്ലേ? ഈ മദന സദൃശൻ എന്ന് പറയണ്ടായില്ലോ. അതിന്റെ മുമ്പ് ഞാൻ മുമ്പ് ഒരു നാടുവാഴിയൊക്കെ ആയിരുന്നു. അതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ആ നാടുവാഴിയായിട്ട് ഒന്നും ഇല്ലാണ്ട് പരിപാടി, എല്ലാവർക്കും ഉള്ളൊരു വഴി ഉണ്ടല്ലോ പരിപാടി, അതുകൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ ശങ്കരൻ കാമദേവനെ ചുട്ട സമയാത്. നമ്മുടെ പ്രിയപ്പെട്ട ശിവൻ കാമദേവനെ ചുട്ടതിൽ പിന്നെ കാമിനിമാർ പലരും നിരൂപിച്ചു. കാമനു സമം നമ്മയുണ്ടാക്കി കാമമാൽ പിണഞ്ഞപ്പോൾ വലഞ്ഞു. അങ്ങനെ അദ്ദേഹം കാമദേവന് പകരം എന്നെ ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ അങ്ങനെ നടക്കുമ്പോ കമല സുഭകനിവൻ താൻ സുന്ദരൻ കോമളാങ്കൻ പെരുവഴിയെ നടക്കും ഭംഗി കണ്ടേ രസിച്ച്
സുരജനപരിദോഷാലേറി വന്നു വിമാനെ പരിചിനോട് അവരപ്പോൾ ദിവ്യപുഷ്പം ചൊരിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഉറക്കലോകത്ത് പോയി. ഉറക്കലോകം? അതന്നെ സ്വർഗലോകം പോയി. എന്ത് പറഞ്ഞു, അവിടെ ഒന്നും പറ്റില്ല. അവിടെ ദുർവാശി എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ദുർവാശി ഉണ്ടല്ലോ, എന്നിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഒടുക്ക അവിടെ തന്നെ എത്തി, തുടങ്ങിയ സ്ഥലത്ത് തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി മുകളിലേക്ക് പോയി ആ താഴത്തേക്ക് വിടും. ഞാൻ മുകളിലേക്കൊന്നും ഇല്ല, ഇവിടെ വന്നതിന്റെ ശേഷം തുടങ്ങിയതാണ് എന്താ ഈ മത്സ്യം ഉണ്ടാക്കല. ശുദ്ധമായിട്ടുള്ള മത്സ്യം. ബ്രാഹ്മണര്, അമ്പലവാസികള്, നമ്പൂരാര്, അങ്ങനെ എല്ലാവർക്കും ഉള്ള അതുപോലെ അതിന് ഓരോന്നും പ്രമാണമുണ്ട്. ആ പ്രമാണം മനസ്സിലാക്കിയിട്ട് നേരെ കഴിച്ചാൽ നല്ല ഫല, നല്ല ചെലവും ഉണ്ട്. അപ്പൊ എനിക്ക് സന്തോഷാണേ. അതാ അതിപ്പോ എന്റേതൊന്നും കൊടുന്നിട്ടില്ല, പലതരം ഉണ്ട്. അതിന്റെ ഓരോന്നിന്റെ ഓരോ കുമ്പിള് കൊടുന്നു. ഇംഗ്ലീഷ് മനസ്സിലാവാണ്ട് മലയാളികളോട് പറ്റില്ലേ, അതുകൊണ്ട് കുറേശ്ശെ വിശാക്കിയതാണ്. ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. ചെമ്മീൻ, ഉപ്പുള്ളി, ഗാന്ധാരി, എരിവും പുളിയും സമം, ചെമ്മേ ചേർത്തുള്ള സമ്മന്തി, ബ്രാഹ്മണർക്കും ഭുജിക്കുക. എല്ലാവർക്കും ദീക്ഷക്കാർക്കും അതിൽ നല്ല, ഗർഭിണിക്കും തഥൈവച, വിവാഹം കഴിയാത്തവർക്കും പെങ്കിടാങ്ങൾക്കും ഉത്തമം. എല്ലാവർക്കും ഉത്തമമായിട്ടുള്ളതാണ് ഇതാണ്. അപ്പൊ അതാണ് ആദ്യത്തെ ചെമ്മീനാണ് ആദ്യത്തെ. പിന്നെയാണിത് മത്തി. അത് രണ്ടുണ്ട്. രാഷ്ട്രീയ മത്തി ഉണ്ട്, കാമുക മത്തി ഉണ്ട്. രാഷ്ട്രീയ മത്തി പറഞ്ഞ രാഷ്ട്രീയക്കാർക്കുള്ളതാ. ഒലിച്ചിടും വെള്ളമതിൽ തരത്തിൽ കളിച്ചിടും മത്തി വറുത്തു നിത്യം, ഭുജിച്ചിടും മർത്തിന് ഭാരതത്തിൽ കിടച്ചിടും മന്ത്രിപദം ക്ഷണത്തിൽ. ഇത് ഉണ്ടാക്കിയ കാലത്ത് കേരളത്തിൽ നിന്നായിരുന്നു. അതിന്റെ ഗുണം കൂടിയിട്ട് ഭാരതത്തിൽ നിന്നായിരുന്നു. പിന്നെ മത്തി തന്നെയാണ്. മത്തി എന്നുള്ള മത്സ്യത്തെ ചിത്തമോദം ഭുജിക്കിലോ മത്തഗാമിനിമാരെല്ലാം സത്വരം വശമായി വരും. പിന്നെ ഇത് ഇതാ എന്താ ഈ വാലും തലയും കളഞ്ഞു, വാലും തലയും മൂടില്ലാണ്ട് പറയണത്. ഇത് കുറിച്ചിന്നാ പറയാ. നല്ല ഗുണമുള്ളതാ. കുറിച്ചിതൻ വാല് തലയും കളഞ്ഞ് പുളിച്ച തക്രത്തിൽ അരച്ചു തിന്നാൽ നിനച്ച നാരീമണിയോടുകൂടി സുഖിച്ചു വാഴാം അവനുള്ള കാലം. അതാണ് എല്ലാ കാലത്തും പറ്റില്ല, ഉള്ള കാലം എന്നേ പറയുള്ളൂ. പിന്നെ ഇനിയിപ്പോ എന്താ കുറെ പരിഹാര മത്സ്യം ഉണ്ടല്ലോ. അതെന്താ വെച്ചാൽ അണ്ണന്റെ വേളി കഴിയാതെ അനുജം വിവാഹം തിണ്ണം നടത്തുകിൽ അതിന് പരിഹാരമായി കണ്ണന്റെ വാല് കറയാതെ വറുത്തെടുത്ത് മണ്ണെണ്ണ ചേർത്തത് ഭുജിക്കണം. വിവാഹം കഴിച്ചാൽ അത് കഴിക്കണം. അതല്ല, അഗ്രജന്മാര് അവർക്ക് പറ്റാത്തോണ്ടാണല്ലോ. ഏട്ടന്മാരാ കഴിക്കണ്ട, പരിഹാരം അവർക്കാ വേണ്ടത്. പിന്നെ എന്താ വെച്ചാൽ അതെ എല്ലാ ഭാഗത്തും പറ്റില്ല. ഇപ്പൊ ബോംബെന്ന് പിടിച്ചത് ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വേണ്ട, ബോംബെ മുംബൈ അല്ലേ. ഇപ്പൊ മുംബൈ ആണല്ലോ, ബോംബെ അല്ലല്ലോ. അപ്പൊ ഞാൻ മാറ്റുന്നത് മുംബൈ പിടിച്ചതാണ്. മുംബൈ ആണെങ്കിൽ വേണ്ട, ഇപ്പോഴത്തെ വേണ്ടു. ഇപ്പൊ ബോംബെയിലും മുംബൈയിലും പറ്റില്ല. പിന്നെ ഇതാണ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലോണം. ഇവിടെ കുട്ടികൾ പഠിക്കണവരുണ്ടാവുമല്ലോ, സ്കൂളിലൊക്കെ പോണവരാ, പഠിക്കണവരെന്നല്ല. അപ്പൊ അതുകൊണ്ട് നല്ല ചെലവുള്ളതാണ്. ഇത് ടെൻഷൻ മത്സ്യം എന്നാ പറയാ. ടെൻഷൻ എന്നുള്ള മത്സ്യത്തെ ടെൻഷൻലെസ്സായി ഭുജിക്കിലോ പരീക്ഷ എഴുതാതെയും വിജയിക്കും സുനിശ്ചിതം. കുട്ടികളല്ല കഴിക്കാം, കുട്ടികൾക്കല്ലല്ലോ ടെൻഷൻ, രക്ഷിതാക്കൾക്കല്ലേ. അപ്പൊ ഇത് രക്ഷിതാക്കൾ നല്ലോണം വിചാരിച്ച് കഴിച്ചാൽ കുട്ടികൾ പരീക്ഷ എഴുതാണ്ട് അങ്ങോട്ട് പാസ്സാവും. അതാണ്. പിന്നെ ഇനി ഒരു മത്സ്യത്തിനെ ഞാൻ ഇല്ലാണ്ടാക്കാൻ തുടങ്ങി. അതായത് ഇല്ലാണ്ട് ഒട്ടും ഉണ്ടാവരുത്. അതെന്താ അറിയോ? സെൽഫിഷ് എന്ന് പറഞ്ഞ മത്സ്യം. സെൽഫിഷ് എന്നുള്ള മത്സ്യത്തെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കപ്പലിൽ പിടിച്ചുടൻ ഹനിക്കേണം, അല്ലെങ്കിൽ കപ്പൽ പൊളിഞ്ഞു പോകും. അങ്ങനത്തെ അതാണ്. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ ഇതൊക്കെ ആവാൻ ഇതൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഇങ്ങനെ ഓരോ ദിക്കിലും പോവും. ഇനി ഇറങ്ങാം. ഇനിയിപ്പോ സന്തോഷം, സമാധാന മത്സ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കണതാണ്. അപ്പൊ ഇനി ഇട കിട്ടുമ്പോ ഇതിയൊക്കെ വരാം. സന്തോഷായി. അപ്പൊ നാട്ടോടെ നല്ല പുകൾ പൊങ്ങിന വാലുശ്ശേരി കോട്ടയ്ക്കൊരാഭരണമാം കുലദൈവമേകൾ പാട്ടം വരാതെ പദമൻ പൊടു ചേരുവാനായി കാട്ടിത്തരേണമൊരു നൽവഴി തമ്പുരാനേ.